السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. ബസ്മല അക്കാദമിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും വളരെ ഹ്രസ്വമായി നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇസ്ലാം കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യമായ നിസ്കാരം, അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ നെടുംതൂണാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നിസ്കാരം. ആ നിസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കറിയാം, നിസ്കാരത്തിന് ഫർളുകളും ഷർത്തുകളും ഉണ്ട്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 ആ 14 റുക്നുകളാണ് നമ്മളുടെ ക്ലാസിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതിനു മുമ്പ് അതിന് ചില ഷർത്തുകൾ ഉണ്ട്. നിസ്കാരം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് നമുക്കുണ്ടായിരിക്കേണ്ട ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്. അശുദ്ധി 2 വിധമുണ്ട്, ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. ചെറിയ അശുദ്ധി നീങ്ങാൻ വുളൂ ചെയ്താൽ മതി. വലിയ അശുദ്ധിക്ക് കുളിക്കേണ്ടി വരും. വുളൂവും കുളിയും സാധ്യമല്ലാത്ത സമയത്ത് തയമ്മുമെങ്കിലും ചെയ്തിട്ടേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ നിസ്കാരത്തിലേക്ക് കടക്കും മുമ്പ് എന്തൊക്കെയാണ് വുളൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവ രണ്ടും പറ്റാത്ത സമയത്ത് എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് തയമ്മും ചെയ്യേണ്ടത്, ഇത്തരം വിഷയങ്ങളാണ് ആദ്യമായി നിസ്കാരത്തിലേക്ക് കടക്കും മുമ്പ് നമ്മൾ പറയുന്നത്. ആദ്യമായി വുളൂയിലേക്കാണ് കടക്കുന്നത്. വുളൂഇനും ഇതുപോലെ ഫർളുകളും ഷർത്തുകളും ഉണ്ട്. അപ്പൊ നമ്മുടെ മുസന്നിഫ് 6 ഷർത്തുകൾ വുളൂ ചെയ്യും മുമ്പ് വുളൂ ചെയ്യുന്ന വ്യക്തിക്കുണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. നോക്ക്, നമ്മൾ കിതാബിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ, ഇതൊരു പാർട്ടാണ്. അപ്പോൾ ഈ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ പാർട്ട് 1 പാർട്ട് 2 എന്ന് ഇപ്പോഴത്തെ പുസ്തകങ്ങളിൽ പറയാറുള്ളത് പോലെ പഴയകാല കിതാബുകളിലുള്ള ഒരു കാര്യമാണ് ഫസ്ലുൻ എന്ന് ഹെഡിങ് ഇട്ട് പറയും. അപ്പോൾ ഫസ്ലുൻ ഇതൊരു പാർട്ടാണ്. എന്താണ് ഈ പാർട്ടിൽ പറയുന്നത്? വശുറൂത്തുൽ വുളൂഇ സിത്തത്തുൻ, വുളൂഇന്റെ ഷർത്തുകൾ 6 ആകുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ വുളൂ ചെയ്യും മുമ്പ് അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നിബന്ധനകൾ, അത് 6 കാര്യങ്ങളാണ്. 1, അൽ ഇസ്ലാമു വത്തംയീസു വന്നഖാഉ മിനൽ ഹൈദ് വന്നിഫാസ് വൽമാഉ ത്വഹൂർ വമഅരിഫത്തു ദുഖൂലിൽ വഖ്തി ലിൽമുസ്തഹാദത്തി വദീ സലസിൽ ബൗലി വഅദമു മാ യംനഉ വസൂലൽ മാഇ ഇലാ മഹല്ലിൽ ഫർദ്. ഇങ്ങനെ 6 ഷർത്തുകളാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ 2 ഷർത്തുകൾ അൽ ഇസ്ലാമു വത്തംയീസു, ഇത് ഞാൻ പറഞ്ഞു എല്ലാ ഇബാദത്തുകൾക്കും ബാധകമായ ഒരു ഷർത്താണ്. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക. നിസ്കാരം സഹിഹാവണമെങ്കിലും വുളൂ സഹിഹാവണമെങ്കിലും എന്നല്ല, ആഖിറത്തിൽ കൂലി കിട്ടുന്ന ഏത് പ്രവർത്തനവും പടച്ച റബ്ബിന്റെ അടുക്കൽ കബൂലാവണമെങ്കിൽ ആദ്യത്തെ വ്യവസ്ഥ അൽ ഇസ്ലാം, അവൻ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നവനായിരിക്കണം, മുസ്ലിം ആയിരിക്കണം. അതുപോലെ രണ്ടാമത്തെ വ്യവസ്ഥയാണ് തംയീസു, തംയീസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. വകതിരിവ് ഉണ്ടാവുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ ഒരു 7 വയസ്സെങ്കിലും കുട്ടികൾക്ക് ആവണം. ആ വകതിരിവിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരമോ വുളൂഓ ഒന്നും അവർക്ക് നിർബന്ധമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ എവിടെ മൂത്രമൊഴിക്കണം, എവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല, മൂത്രമൊഴിച്ചാൽ അത് കഴുകണോ, അത് വൃത്തിയാക്കണോ, അതുപോലെ ഉള്ള വകതിരിവുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വകതിരിവോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തുന്ന ഒരു പ്രായം. സാധാരണ നമ്മൾ 7 വയസ്സാണ് അതിന് പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തംയീസ് ആയിരിക്കുക, 7 വയസ്സെങ്കിലും പൂർത്തിയാവുക എന്നുള്ളത് വുളൂഉം അതുപോലെ തന്നെ നിസ്കാരവും ഒക്കെ സഹീഹാവാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു നിബന്ധനയാണ്.
അപ്പൊ ഏതായിരുന്നാലും രണ്ട് ഷർത്ത് പറഞ്ഞു. ഒന്ന് മുസ്ലിം ആയിരിക്കുക, മറ്റൊന്ന് തമീസ് വകതിരിവ് ഉണ്ടായിരിക്കുക. മൂന്നാമത്തത് വന്നഖാഉ മിനൽ ഹൈദ് വന്നിഫാസ്. ഇതും നിസ്കാരം സഹിഹാവണമെങ്കിലും ഉള്ള ഒരു ഷർത്ത് തന്നെയാണ്. എന്താണത്? അന്നഖാഉ മിനൽ ഹൈദ്, ആർത്തവ രക്തത്തിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക. അപ്പോൾ നിലവിൽ ആർത്തവമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം സഹീഹല്ല. അതുപോലെ തന്നെ അവൾ വുളൂ ചെയ്താലും വുളൂഉം സഹീഹ് അല്ല. അപ്പോ ഹൈദിൽ നിന്നും വന്നിഫാസി, പ്രസവ രക്തത്തിൽ നിന്നും, പ്രസവിച്ച് സ്ത്രീകൾക്ക് ഏകദേശം ഒരു 40 ദിവസത്തോളം വന്നുകൊണ്ടിരിക്കുന്ന ആ രക്തം, അത് നിൽക്കുന്ന സമയം വരേക്കും പെണ്ണുങ്ങൾ നിസ്കരിക്കാനും പാടില്ല, വുളൂ ചെയ്യാനും പാടില്ല. എന്ന് പറഞ്ഞാൽ വുളൂ ചെയ്താൽ ആ വുളൂ സഹീഹ് അല്ല. നിസ്കാരം സഹീഹാവാൻ വേണ്ട 3 നിബന്ധനകൾ, അത് വുളൂഇന്റെയും 3 നിബന്ധനകളാണ്. ഒന്ന് മുസ്ലിമായിരിക്കുക, മറ്റൊന്ന് തമീസ് വകതിരിവുണ്ടായിരിക്കുക, മറ്റൊന്ന് ഹൈദിന്റെയും നിഫാസിന്റെയും രക്തത്തിൽ നിന്ന്, ഹൈദ് നിഫാസ് രക്തങ്ങളിൽ നിന്ന് ശുദ്ധിയുണ്ടായിരിക്കുക. ഇനി വുളൂഉമായി ബന്ധപ്പെട്ട് പ്രധാനമായുമുള്ള മറ്റൊരു 3 വ്യവസ്ഥകൾ പിന്നെ എന്താണ്? ഒന്ന് വൽ മാഉ തഹൂർ, ശുദ്ധിയുള്ള വെള്ളം ഉണ്ടായിരിക്കുക. സാധാരണഗതിയിൽ നമ്മൾ വെള്ളം എന്ന് പറയുന്ന പ്രകൃതിയ നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളങ്ങളൊക്കെയും മാഉ തഹൂറാണ്. എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം, കുളങ്ങളിലെ വെള്ളം, പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം, ഈ വെള്ളങ്ങളൊക്കെ തിളപ്പിച്ചതായാലും പച്ചവെള്ളമായാലും അതുപോലെ തന്നെ നല്ലോണം തണുപ്പിച്ച വെള്ളമായാലും ആ വെള്ളമൊക്കെ നമുക്ക് എന്തിനു പറ്റും? വുളൂ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വയം ശുദ്ധി ഉണ്ടായാൽ പോരാ. മാഉ തഹൂർ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളം. ആ വെള്ളത്തിൽ ഏത് പെടൂല? ചായ പെടൂല, കഞ്ഞിവെള്ളം പെടൂല, ജ്യൂസുകൾ പെടൂല. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കലർത്തിയിട്ട് അതിൻ്റെ നിറത്തിനോ അതിൻ്റെ വാസനക്കോ അല്ലെങ്കിൽ അതിൻ്റെ രുചിക്കോ വ്യത്യാസം വരുത്തിയ ഒരു വെള്ളവും നമുക്ക് വുളൂ ചെയ്യാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവർത്തനം കൊണ്ട് അതിൻ്റെ രുചിക്കോ നിറത്തിനോ വാസനക്കോ മാറ്റം വന്ന് ആ വെള്ളത്തിൻ്റെ പേര് സാധാ വെള്ളം എന്നിടത്തുനിന്ന് മാറി മറ്റു പല പേരിലേക്കും അത് മാറുന്നുണ്ടെങ്കിൽ ആ വെള്ളമൊന്നും വുളൂ ചെയ്യാൻ യോഗ്യമായ വെള്ളം അല്ല. അപ്പോൾ ഇപ്പൊ ചുടുവെള്ളമായാലും തണുത്ത വെള്ളമായാലും പച്ചവെള്ളമായാലും വെള്ളത്തിൻ്റെ സ്വഭാവത്തിന് അതിൻ്റെ രുചിക്കോ നിറത്തിനോ വാസനക്കോ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുപോലെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളങ്ങളൊക്കെ പറ്റും. കടൽ വെള്ളത്തിന് ഒരു പക്ഷേ പ്രകൃതിയ അതിന് ഉപ്പുവെള്ളമായിരിക്കും എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. അതുപോലെ അൽ മാഉ തഹൂറിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് ഒരു പ്രാവശ്യം ഫർദിൽ ഉപയോഗിച്ച വെള്ളം ഇനി മറ്റൊരു ഫർദിന് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫർദായ ഭാഗങ്ങൾ ഉണ്ടല്ലോ വുളൂ ചെയ്യുമ്പോൾ, മുഖം, 2 കൈ, അതുപോലെ തന്നെ കാല് ഉൾപ്പെടെയുള്ള ആ ഭാഗത്തിലെ ആദ്യത്തെ കഴുകൽ ഫർദായ കഴുകലാണ്. അതൊക്കെ നമ്മളുടെ ചർച്ചയിൽ വരും. അപ്പോൾ ആ വെള്ളം ഒരു പ്രാവശ്യം ഫർദിൽ ഉപയോഗിച്ച വെള്ളം പിന്നെ അത് മറ്റൊരു ഫർദിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിലവിൽ ഫർദായ കഴുകലിന് വേണ്ടി ഉപയോഗിക്കപ്പെടാതെ നമുക്ക് ലഭിക്കുന്ന ഉപാധികളില്ലാത്ത വെള്ളമാണ് അൽ മാഉ തഹൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്ലാം തംയീസ് അൻ-നഖാഉ മിനൽ ഹൈദ് വൻ നിഫാസ് വൽ മാഉ തഹൂർ 4 ഷർത്തുകൾ പറഞ്ഞു. 5ാമത്തെ ഷർത്ത് വമഅരിഫത്തു ദുഖൂലിൽ വഖ്തി, സമയം പ്രവേശിച്ചിട്ടുണ്ടെന്ന് അറിയുക. അത് എല്ലാവർക്കും വുളൂ ചെയ്യാനുള്ള നിബന്ധനയല്ല. നമുക്കിപ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സാധാരണ നമുക്കെല്ലാവർക്കും ളുഹർക്കുള്ള വുളൂ നേരത്തെ എടുക്കണമെങ്കിൽ എടുക്കാം. അതേസമയം 2 വിഭാഗം ആളുകൾ, ഒന്ന് ഇസ്തിഹാദത്തുള്ള പെണ്ണ്, അതായത് ഹൈദിൻ്റെയും നിഫാസിൻ്റെയും രക്തമല്ലാത്ത രക്തം, ആർത്തവ രക്തമോ പ്രസവ രക്തമോ അല്ലാത്ത രക്തം വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന രക്തമുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ബാങ്ക് കൊടുത്തതിന് ശേഷം, എന്ന് പറഞ്ഞാൽ സമയമായതിനു ശേഷമാണ് അവൾ അവിടെയുള്ള ആ പഞ്ചികളൊക്കെ ഒന്ന് മാറ്റി
പുതിയ പഞ്ഞി നിറച്ച് ഉടനെ വുളൂ ചെയ്ത് ഉടനെ നിസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സമയമായതിനു ശേഷമേ അവളുടെ ഈ ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം അവൾക്കും അതുപോലെ തന്നെ മൂത്രവാർച്ചക്കാരനായ ആൾ, അത് പുരുഷനും ഉണ്ടാകാം സ്ത്രീക്കും ഉണ്ടാകാം, നമ്മൾ അറിയാതെ മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അറിയാതെ ഇങ്ങനെ മൂത്രം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കൊടുത്തതിന് ശേഷമേ, സമയമായതിനു ശേഷമേ വുളൂഉം ചെയ്യാൻ പാടുള്ളൂ, നിസ്കരിക്കാനും പാടുള്ളൂ. അപ്പം സമയമായിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് വുളൂ ചെയ്യാൻ തന്നെ പാടുള്ളൂ. അതാണ് വമഅരിഫത്തു ദുഖൂലിൽ വഖ്തി, സമയം പ്രവേശിച്ചിട്ടുണ്ടെന്നറിയുക. അതാർക്കാണ് ആ നിബന്ധനയുള്ളത്? ഒന്ന് ലിൽ മുസ്തഹാദത്തി, രോഗസംബന്ധമായ രക്തം വരുന്ന സ്ത്രീക്ക്, എന്ന് പറഞ്ഞാൽ ആർത്തവ രക്തമോ പ്രസവ രക്തമോ അല്ലാത്ത വേറെ വല്ല രക്തവും വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സമയമായതിനു ശേഷമേ, സമയമായി എന്ന് അവൾ അറിഞ്ഞതിനു ശേഷമേ അവൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വുളൂ ചെയ്യാൻ പാടുള്ളൂ. വദീ സലസിൽ ബൗലി, മൂത്രവാർച്ചയുള്ള ആൾ, മൂത്രവാർച്ചയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമയമായെന്ന് അവനിക്ക് ഉറപ്പായ ശേഷം മാത്രമേ അവനും വുളൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഷർത്തുകൾ എത്രണ്ണായി? 5 ആറാമത്തത് വഅദമു മാ, ഒരു വസ്തു ഇല്ലാതിരിക്കുക. എങ്ങനത്തെ വസ്തുവാണ്? യംനഉ വുസൂലൽ മാഇ, വെള്ളം ചേരലിനെ അത് തടയും. ഇലാ മഹല്ലിൽ ഫർദി, ഫർദായ സ്ഥലത്തേക്ക് വെള്ളം ചേരുന്നത് വിലങ്ങുന്ന ഒന്നും നമ്മുടെ ശരീരത്തിൽ വുളൂഇന്റെ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. അപ്പോ വഅദമു മാ യംനഉ വുസൂലൽ മാഇ ഇലാ മഹല്ലിൽ ഫർദി, ഫർദിന്റെ സ്ഥലത്തേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന ഒരു വസ്തുവും നമ്മളുടെ വുളൂഇന്റെ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. അപ്പോ ഉദാഹരണം പറഞ്ഞാൽ മെഴുക്, അതുപോലെ തന്നെ എണ്ണ കട്ടിയായത്, കട്ടിയുള്ള മഷി, നമുക്കിങ്ങനെ നുള്ളിപ്പൊളിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ള മഷി, അല്ലാതെ വെറും നിറം കുഴപ്പമില്ല. അതല്ലാതെ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന ഏതും നമ്മളുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കുക. സ്ത്രീകളൊക്കെ ആകുമ്പോൾ അവർ മാവൊക്കെ കുഴച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകും മാവ്. അതുപോലെ തന്നെ നഖത്തിനുള്ളിലുള്ള ചളികൾ വരെ പ്രശ്നമെന്നാണ് നമ്മളുടെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഫർദിന്റെ സ്ഥലങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന ഒരു വസ്തുവും ഇല്ലാതിരിക്കുക. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊന്നാണ്, നമ്മളുടെ ഈ ശരീരത്തിൽ നമ്മുടെ ഫർദിന്റെ അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുവും ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോപ്പൊക്കെ തേച്ചിട്ടുണ്ട്, സോപ്പ് തേച്ച ശരീരത്തിലേക്ക് നമ്മൾ വെള്ളം പറഞ്ഞാൽ ആ വെള്ളം സോപ്പ് വെള്ളവുമായി കലർന്ന് ആ വെള്ളത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ട്, അതുകൊണ്ട് തന്നെ അത് സോപ്പ് വെള്ളമാണ് ആവുക. ആ വെള്ളത്തിൻ്റെ നിറത്തിനോ വാസനക്കോ രുചിക്കോ കോട്ടം പറ്റുന്ന ശുദ്ധിയുള്ള വസ്തുക്കളാണെങ്കിൽ പോലും നമ്മളുടെ അവയവത്തിൽ ഉണ്ടാവാൻ പാടില്ല. നജസ് ഏതായാലും ഉണ്ടാവാൻ പാടില്ല, അതല്ലാത്ത വസ്തുക്കളും ഉണ്ടാവാൻ പാടില്ല. വുളൂഇന്റെ അവയവത്തിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തെ പകർച്ചയാക്കുന്നതോ ആ വെള്ളം വുളൂഇന്റെ അവയവത്തിലേക്ക് ചേരുന്നതിന് തടസ്സമാകുന്നതോ ആയ ഒന്നും നമ്മളുടെ വുളൂഇന്റെ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ വുളൂ ചെയ്യുന്ന സമയത്ത് ഈ 2 പീളക്കുഴികളിൽ ചിലപ്പോൾ നല്ല ഉറപ്പുള്ള പീള കെട്ടിക്കിടന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാകൂല. അതുകൊണ്ട് തന്നെ ഈ പീളക്കുഴികളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കണം, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വുളൂ എടുക്കാൻ. അപ്പൊ മൊത്തത്തിൽ ഫർദിന്റെ അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുവോ അല്ലെങ്കിൽ വെള്ളത്തെ ശരീരത്തിലേക്ക് ചേരാൻ തടസ്സമാകുന്ന ഒരു വസ്തുവും ഇല്ലാതിരിക്കുക എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം വുളൂ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നാഫിയായ ഇൽമ് അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് മുസന്നിഫിൻ്റെ പേരിലും നമ്മുടെ എല്ലാ മശായിഖുമാരുടെ പേരിലും ഫാത്തിഹ ഓതുന്നു. അൽ ഫാത്തിഹ.